what Kerala looks like. കേരളവും ഇന്ത്യ മാത്രമല്ല ആ പൂക്കളുള്ള ബൊക്കെ പോലെയാണ് കേരളവും. And this is also what every family in Kerala looks like. കേരളത്തിലെ ഓരോ കുടുംബവും ആ പൂച്ചെണ്ട് പോലെയാണ് ഇരിക്കുന്നത്. Every flower is unique. അതിലെ ഓരോ പൂവും വ്യത്യസ്തമാണ്, സവിശേഷതകൾ ഉള്ളതാണ്. Every flower has a different expression. ഓരോ ഫ്ലവറിനും ഓരോ പൂവിനും വ്യത്യസ്തമായ രീതികൾ, പ്രകാശന രീതികൾ. Every flower has a different beauty. ഓരോ പൂവിനും വ്യത്യസ്തമായ സൗന്ദര്യമാണുള്ളത്. And when you add all the flowers together, they become much more beautiful than the individual flowers. ഈ പൂക്കളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും 10 മടങ്ങ് മനോഹരമായി മാറുകയാണ് ചെയ്യുന്നത്. Now imagine if I came to Kerala and I said, look, only white flowers can be in this bouquet. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കുക, ഞാൻ കേരളത്തിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ബൊക്കയിൽ വെള്ള കളറിലുള്ള പൂക്കൾ മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? We will only have white flowers and the stems have to be 6 inches long. ഞാൻ നിങ്ങളോട് പറയുകയാണ് 6 ഇഞ്ച് നീളത്തിലെ ആ പൂവിന്റെ ചെണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഇതിൽ വെള്ള നിറത്തിലുള്ള പൂവുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. No leaves will be there, no thorns will be there. അവിടെ മുള്ളുണ്ടാവാൻ പാടില്ല, ഇല ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? That is what the BJP and RSS are trying to do. അതാണ് ഈ രാജ്യത്ത് BJP RSSും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. To Kerala, to Tamil Nadu, to Uttar Pradesh, to India. കേരളത്തോട്, തമിഴ്നാടിനോട്, ഉത്തർപ്രദേശിനോട്, ഈ രാജ്യത്തോട് മുഴുവൻ BJP RSS ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. Now, first of